മാഷാ അല്ലാഹ് ബഹുമാനികളെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാർത്ത ഒരു ഗുഹ. ഇതിലൂടെ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റും. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ തബറുക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ തിങ്ങിയിട്ട് ഒക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ മഹദിയായ ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഇത്രത്തോളം കഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. മാഷാ അല്ലാഹ്. തിരക്കാണ് ഇന്ന് പ്രത്യേകിച്ച്, അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ നീങ്ങുന്നത്. മാഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും എത്തിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ വന്നാൽ ഇതൊക്കെ കാണണം. കുറച്ച് കഷ്ടമുണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഇതൊക്കെ കാണണം. ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് അത് ഉപയോഗപ്പെടുത്തണം. മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഗുഹേൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയാൽ മനസ്സിൽ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയുള്ളൊരു സന്തോഷമാണ്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഗുഹയിലേക്ക് കയറി ഞാൻ. മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും നോക്കുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഒരു സഫിൽ മാത്രമേ പോകാൻ പറ്റൂ നമുക്ക്. കാരണം തിരക്ക് കൂടിയാൽ ബുദ്ധിമുട്ടാണ്. മാഷാ അല്ലാഹ്. സ്വയം നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം നാം ഗുഹേൻ്റെ ഉള്ളിലേക്ക് വരേണ്ടത്. മാഷാ അല്ലാഹ്. അപ്പോൾ പെട്ടെന്ന് നോക്കി പോകണം. കാരണം ബാക്കിയുള്ള ആൾക്ക് അവസരം കൊടുക്കണം. നമ്മൾ കുറേ സമയം ഇവിടെ നിൽക്കാനൊന്നും പാടില്ല. ഇൻഷാ അല്ലാഹ്. ഇവര് പറയുന്നത് സഫിൽ വരിക. കാരണം എല്ലാവർക്കും അത് കാണണമല്ലോ, അതുകൊണ്ടാണ്. മാഷാ അല്ലാഹ്. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ ആ ഗുഹയിൽ വന്നാൽ കയറി പോകേണ്ടത് ഇതിലാണ്, ഈ മുകളിലൂടെ കാണുന്ന വഴിയിലാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ മാഷാ അല്ലാഹ് ഇതിലൂടെ കയറി പോകണം.